Hi students, I'm going to talk about DBMS structure. A database system is partitioned into 4 modules. First module വരുന്നത് user ആണ്. Second module application layer ആണ്. Then third module database management system ആണ്. And last module എന്ന് പറയുന്നത് database ആണ്. അങ്ങനെ ഒരു database structureനെ നമ്മൾ 4 modules ആയിട്ട് divide ചെയ്തിട്ടുണ്ട്. ഓരോ modulesനും ഓരോ functionalities ഉണ്ട്. Users എപ്പോഴും databaseനെ access ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അതായത് ഈ ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ആക്ട് ആസ് ആൻ ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ ദി യൂസർ ആൻഡ് ഡാറ്റാബേസ്. ഡാറ്റാബേസിന്റെയും യൂസറിന്റെ ഇടയിൽ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? ഈ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഓക്കെ, ഡാറ്റാബേസിനെ ഈ ഒരു ഡാറ്റാബേസിനെ എപ്പോഴും യൂസറെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഓരോ ലെവലില് ഓരോ കമ്പണൻസിനും ഓരോ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, database system. The database and DBMS together is called a database system. ഡാറ്റാബേസിനെയും ഡി ബി എം എസിനെയും കളക്റ്റീവ്ലി പറയുന്നതാണ് ഡാറ്റാബേസ് സിസ്റ്റം എന്ന്. ഡാറ്റാബേസിനെയും ഡി ബി എം എസിനെയും കളക്റ്റീവ്ലി നമ്മൾ എന്ത് വിളിക്കുന്നു? ഡാറ്റാബേസ് സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. എ ഡാറ്റാബേസ് സിസ്റ്റം ഈസ് പാർട്ടീഷൻ ഇൻ ടു മൊഡ്യൂൾസ് ദാറ്റ് ഡീൽ വിത്ത് ഈച്ച് ഓഫ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ഓവറോൾ സിസ്റ്റം. ഓരോ മൊഡ്യൂൾസിനും നമ്മൾ പറഞ്ഞ ഏതൊക്കെ മൊഡ്യൂൾസ് ഉണ്ട്? ഡി ബി എം എസ് സിസ്റ്റം മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഫസ്റ്റ് മൊഡ്യൂൾ യൂസർ, സെക്കൻഡ് മൊഡ്യൂൾ അപ്ലിക്കേഷൻ, ദെൻ തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഡി ബി എം എസ് മാനേജ്മെന്റ് സിസ്റ്റം, അറ്റ് ലാസ്റ്റ് ഡാറ്റാബേസ് സിസ്റ്റം. ഈ ഒരു ഡാറ്റാബേസിന്റെയും ഒരു യൂസറിന്റെയും ഇന്റർമീഡിയറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ആരാണ്? ഈ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഓക്കെ, ഓരോ മൊഡ്യൂൾസിനും ഓരോ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ദെൻ ഡി ബി എം എസ്. Functional components of DBMS are divided into storage manager and query processor. ഈ ഒരു ഡി ബി എം എസിനെ രണ്ട് ഡി ബി എം എസിനെ തന്നെ സബ് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഏതൊക്കെയാണ്? കൊറി പ്രോസസ്സറും അതുപോലെ തന്നെ സ്റ്റോറേജ് മാനേജറും. അതിൽ തന്നെ ഒരുപാട് പാർട്സുകളുണ്ട്. അത് ഏതാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡി ബി എം എസിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, കൊറി പ്രോസസ്സറും സ്റ്റോറേജ് മാനേജറും. ദെൻ സ്റ്റോറേജ് മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റോറേജിനെ മാനേജ് ചെയ്യാണ് സ്റ്റോറേജ് മാനേജർ. അതായത് ഡാറ്റേനെ മാനേജ് ചെയ്യാണ്, എങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്യാമെന്ന് മാനേജ് ചെയ്യാണ് സ്റ്റോറേജ് മാനേജറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കൊറി പ്രോസസ്സർ എന്ത് ചെയ്യുന്നു? യൂസർ കൊടുക്കുന്ന കൊറീനെ പ്രോസസ് ചെയ്യാണ് ചെയ്യുന്നത്. കൊറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അതായത് ഡാറ്റാബേസിൽ വരുന്ന ആ കോഡിന് അല്ലെങ്കിൽ ആ ഡാറ്റാബേസിൽ വരുന്ന യൂസറിന്റെ ആവശ്യത്തിനെ നമ്മൾ കോഡായിട്ട് പറയുക എങ്ങനെയാണ്? കൊറി എന്നാണ് പറയുക. ആ കൊറീനെ പ്രോസസ് ചെയ്യുന്നത് ആരാണ്? ഈ ഒരു കൊറി പ്രോസസ്സർ ആണ്. സ്റ്റോറേജ് മാനേജർ സ്റ്റോർ ചെയ്യുന്നതിന്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓരോന്നും നമുക്ക് എന്താന്ന് നോക്കാം. Okay, storage manager. Program module that provide the interface between low-level data stored in the database and application programs and queries submitted to the system. Okay. എന്താണ് പറയുന്നത്? സ്റ്റോറേജ് മാനേജർ എന്താ ചെയ്യുന്നത്? അപ്ലിക്കേഷൻ പ്രോഗ്രാമും അതുപോലെ തന്നെ ഡാറ്റാബേസിന്റെ ഇടയിൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? ഈ സ്റ്റോറേജ് മാനേജർ ആണ്. അപ്ലിക്കേഷൻ പ്രോഗ്രാമിന്റെയും അതുപോലെ തന്നെ ഡാറ്റാബേസിന്റെ ഇടയിൽ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടാണ് ഈ ഒരു സ്റ്റോറേജ് മാനേജർ ആക്ട് ചെയ്യുന്നത്. ഈ ഒരു അപ്ലിക്കേഷൻ പ്രോഗ്രാമിന്റെയും അതുപോലെ തന്നെ ഡാറ്റാബേസിന്റെ ഇടയിൽ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടാണ് ഈ ഒരു സ്റ്റോറേജ് മാനേജർ വർക്ക് ചെയ്യുന്നത്. Program module that provide the interface between low-level data stored in the database and application program and query submitted to the system. Query submit ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഈ ഒരു സ്റ്റോറേജ് മാനേജർ ആണ്. റെസ്പോൺസിബിൾ ഫോർ ഇന്ററാക്ഷൻ വിത്ത് ഫയൽ മാനേജർ. ഫയൽ മാനേജറെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഈ ഒരു സ്റ്റോറേജ് മാനേജർ ആണ്. ഓക്കെ, it convert the DML statement into low level file system command. വേറൊരു ഫംഗ്ഷൻ ആണ്. എന്താണ് ഇയാളുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഈ സ്റ്റോറേജ് മാനേജറുടെ അടുത്തൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്, റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് കൺവേർട്ട് ദി DML സ്റ്റേറ്റ്മെന്റ് ഇൻ ടു ലോ ലെവൽ ഫയൽ സിസ്റ്റം കമാൻഡ്സ്. അതായത് DML സ്റ്റേറ്റ്മെന്റിനെ
DML സ്റ്റേറ്റ്മെന്റിനെ കൺവേർട്ട് ചെയ്തിട്ട് ലോ ലെവൽ സിസ്റ്റം കമന്റ് ആക്കി മാറ്റാം. ലോ ലെവൽ സിസ്റ്റം കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി മെമ്മറിയാണ്, നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഡാറ്റാബേസിന് എന്താ ലോ ലെവൽ ലാംഗ്വേജസേ അറിയുള്ളൂ. അപ്പൊ എന്താണ് ഈ ഒരു DML സ്റ്റേറ്റ്മെന്റിനെ ലോ ലെവൽ സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഈ ഒരു സ്റ്റോറേജ് മാനേജർ ആണ്. എന്താണ് DML? വാട്ട് യു മീൻ ബൈ DML? DML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. DML എന്താണ്? ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജിന്റെ ഫംഗ്ഷൻ എന്താണ്? ഡാറ്റാബേസിലെ ഡാറ്റയെ ചേഞ്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ്. ഡാറ്റാബേസിലെ ഡാറ്റയെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് DML, ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇതെല്ലാം അടുത്ത ചാപ്റ്ററിലായിട്ട് നിങ്ങൾ ഇതെല്ലാം പഠിക്കുന്നുണ്ട്. അപ്പൊ കൂടുതൽ പഠിക്കാം നമുക്ക്. DML എന്ന് പറയുന്നത് എന്താണ്? ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ആണ്. ഡാറ്റാബേസിലെ ഡാറ്റയെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് DML. അപ്പോൾ ഈ DML കമന്റ്സിനെല്ലാം ലോ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ആരാണ്? ഈ ഒരു സ്റ്റോറേജ് മാനേജർ ആണ്. ഓക്കെ, is responsible for storing, retrieving and updating the data in the database. സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും ഡാറ്റേനെ അപ്ഡേറ്റ് ചെയ്യുന്നതൊക്കെയാണ് ഈ ഒരു സ്റ്റോറേജ് മാനേജറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റോറേജ് മാനേജർ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഇന്റർമീഡിയറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്ലിക്കേഷൻ പ്രോഗ്രാമിന്റെയും ഡാറ്റാബേസിന്റെ ഇടയിൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫയൽ മാനേജറിനെ ഇന്ററാക്ട് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റിയും കൂടിയുണ്ട്. അതുപോലെ തന്നെ എന്താണ്? DML സ്റ്റേറ്റ്മെന്റിനെ, DML ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജിനെ ലോ ലെവൽ ഫയൽ സിസ്റ്റം കമന്റ്സുകളായിട്ട് കൺവേർട്ട് ചെയ്യുന്നതുമാരാണ്? ഈ ഒരു സ്റ്റോറേജ് മാനേജർ ആണ്. സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യുന്നതൊക്കെ ആരുടെ ഫംഗ്ഷൻ ആണ്? ഈ ഒരു സ്റ്റോറേജ് മാനേജറുടെ ഫംഗ്ഷൻ ആണ്. ഇതാണ് സ്റ്റോറേജ് മാനേജർ. ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് യൂസർ ലെവലാണ്, അപ്ലിക്കേഷൻ ലെവല്, അതുപോലെ തന്നെ ഡാറ്റാബേസ് മാനേജ്മെന്റ് ലെയർ, ഡാറ്റാബേസ് ലെയർ. യൂസർ എപ്പോഴും ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതായത് ഏതെങ്കിലും ഒരു അപ്ലിക്കേഷൻ പ്രോഗ്രാമിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ക്വറീസ് കൊടുത്തുകൊണ്ടിരിക്കും. ഈ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് അതെല്ലാം കൺട്രോൾ ചെയ്തിട്ട് ഡാറ്റേനെ ഇവിടുന്ന് എടുത്ത് റിട്രീവ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഈ ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന് രണ്ട് കമ്പണൻസ് ആണ് ഉള്ളത്, ക്വറി പ്രോസസറും സ്റ്റോറേജ് മാനേജറും. സ്റ്റോറേജ് മാനേജറിന്റെ ഫംഗ്ഷൻ എന്താണ്? ഈ ഒരു അപ്ലിക്കേഷൻ പ്രോഗ്രാമിന്റെയും ഡാറ്റാബേസിന്റെ ഇടയിൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ DML കമന്റ്സുകളെ ലോ ലെവൽ ഫയൽ സിസ്റ്റം കമന്റ്സുകളായിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നു. DML കമന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. അതായത് ഡാറ്റാബേസിന്റെ മാറ്റാൻ വേണ്ടിയിട്ട് ഡാറ്റാബേസിലെ ഡാറ്റേനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് DML എന്ന് പറയുന്നത്, ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. ഈ ഡാറ്റ മാനിപ്പുലേഷൻ കമന്റ്സുകളെ ലോ ലെവൽ ഫയൽ സിസ്റ്റം കമന്റ്സുകളായി കൺവേർട്ട് ചെയ്യുന്നതുമാരാണ്? ഈ ഒരു സ്റ്റോറേജ് മാനേജർ ആണ്. അപ്ഡേറ്റ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഈ ഒരു സ്റ്റോറേജ് മാനേജർ components. First one, authorization and integrity manager. Test for satisfaction of integrity constraints and check the authority of users to access data. Check integrity constraints and check authority of users to access data. എന്നാണ് പറയുന്നത്. ഓതറൈസേഷൻ ആൻഡ് ഇന്റഗ്രിറ്റി മാനേജർ എന്താണ് ചെയ്യുന്നത്? ഡാറ്റ ആക്സസിന്, യൂസറിന്റെ ഡാറ്റ ആക്സസിന് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ, ഡാറ്റ ആക്സസിന് പെർമിഷൻ ഉണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്യുന്നത് ആരാണ്? ഈ ഒരു ചെക്ക് ഇന്റഗ്രിറ്റി ആണ്. ഇന്റഗ്രിറ്റി മാനേജർ എന്താണ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ മൊബൈൽ നമ്പർ 10 ഡിജിറ്റ് വേണം. അപ്പൊ അതെല്ലാം ചെക്ക് ചെയ്യുന്ന, എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ചെക്ക് ചെയ്യുന്നത് ആരാണ്? ഈ ഒരു ഓതറൈസേഷൻ ആൻഡ് ഇന്റഗ്രിറ്റി മാനേജർ ആണ്. Next, transaction manager. Ensure that the database remains consistent state despite system failures. For example, അതായത് സിസ്റ്റം ഫെയിലിയർ ആയാലും ഡാറ്റ കൺസിസ്റ്റന്റ് ആണോ എന്ന് ഉറപ്പ് വരുത്തുന്നത് ആരാണ്? ഈ ഒരു ട്രാൻസാക്ഷൻ മാനേജർ ആണ്. അതായത് ഫോർ എക്സാമ്പിൾ, ഇനിയിപ്പോ നമുക്കിപ്പോൾ ഡാറ്റ കോൺസിസ്റ്റന്റ് ആണോ എന്ന്, അതായത് ഡാറ്റ ബിഫോർ ആൻഡ് ആഫ്റ്റർ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ കോൺസിസ്റ്റന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് ആരാണ്? ഈ ഒരു ട്രാൻസാക്ഷൻ മാനേജർ ആണ്. അതായത് ഒന്നിൽ കൂടുതൽ യൂസേഴ്സ് അറ്റ് എ ടൈമിൽ ഡാറ്റേനെ ആക്സസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഒരുപാട് യൂസേഴ്സ് അറ്റ് എ ടൈമിൽ ഡാറ്റേനെ ആക്സസ് ചെയ്യുമ്പോൾ കൊളീഷൻ ഒന്നും ഇല്ലാതെ ഡാറ്റേനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഈ ഒരു ട്രാൻസാക്ഷൻ മാനേജർ ആണ്. ഓക്കെ, കൺകറന്റ് ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് വിത്തൗട്ട് കോൺഫ്ലിക്റ്റിംഗ്.
കൺകറന്റ് ട്രാൻസാക്ഷൻ കോൺഫ്ലിക്റ്റ് ഒന്നും ഇല്ലാതെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്നതും ആരാണ്? ഈ ഒരു ട്രാൻസാക്ഷൻ മാനേജർ ആണ്. നെക്സ്റ്റ് ഫയൽ മാനേജർ മാനേജ് ദി അലോക്കേഷൻ ഓഫ് സ്പേസ് ഓഫ് ഡിസ്ക് സ്റ്റോറേജ്. അതായത് സ്പേസ് എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം, ഡാറ്റേനെ ഏതൊക്കെ സ്പേസിൽ എങ്ങനെയൊക്കെ ഈ ഡിസ്കിൽ അലോക്കേറ്റ് ചെയ്യണം എന്നൊക്കെ ഫയൽ മാനേജർ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഡാറ്റ സ്ട്രക്ചേഴ്സ് യൂസ് ടു റെപ്രസെന്റ് ഇൻഫർമേഷൻ സ്റ്റോർഡ് ഓൺ ഡിസ്ക്. ഏത് ഡാറ്റ സ്ട്രക്ചർ ആണ് യൂസ് ചെയ്യേണ്ടത് എന്ന് ഹെൽപ്പ് ചെയ്യുന്നതും ആരാണ്? ഈ ഒരു ഫയൽ മാനേജർ ആണ്. സ്റ്റോറേജ് മാനേജർ ഇംപ്ലിമെന്റ്സ് സെവറൽ ഡാറ്റ സ്ട്രക്ചർ ഓഫ് ദി ഫിസിക്കൽ സിസ്റ്റം ഇംപ്ലിമെന്റേഷൻ. ഓക്കെ, സ്റ്റോറേജ് മാനേജർ ഡിഫറെന്റ് ഡാറ്റ സ്ട്രക്ചർ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഏത് ഡാറ്റ സ്ട്രക്ചർ ആണ് എന്ന് വേണ്ടി നോക്കിയിട്ടാണ് സ്റ്റോർ ചെയ്യേണ്ടത് എന്നെല്ലാം നോക്കുന്നത് ആരാണ്? ഈ ഒരു ഫയൽ മാനേജർ ആണ്. ഫയൽ മാനേജർ എന്താണ് ചെയ്യുന്നത്? അലോക്കേഷൻ സ്പേസിനെ, ഡിസ്ക് സ്റ്റോറേജിലുള്ള അലോക്കേഷൻ സ്പേസിനെ മാനേജ് ചെയ്യുന്നുണ്ട്. ഏത് ഡാറ്റ സ്ട്രക്ചർ ആണ് യൂസ് ചെയ്യുന്നത്, ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ ഏത് ഡാറ്റ സ്ട്രക്ചർ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് ഹെൽപ്പ് ചെയ്യുന്നത് ഫയൽ മാനേജർ ആണ്. അതായത് സ്റ്റോറേജ് മാനേജർ ഒരുപാട് ഡാറ്റ സ്ട്രക്ചർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഡാറ്റ ഫയൽ, ഡാറ്റ ഡിക്ഷണറി, ഇൻഡിസിസ്. ഡാറ്റ ഫയൽ എന്ന് പറയുന്നത് സ്റ്റോർ ദി ഡാറ്റാബേസ് ഇറ്റ് സെൽഫ്, അതായത് ഡാറ്റാബേസ് തന്നെയാണ് ഈ ഒരു ഡാറ്റ ഫയൽ എന്ന് പറയുന്നത്. ഡാറ്റ ഡിക്ഷണറി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോർ മെറ്റാഡാറ്റ. മെറ്റാഡാറ്റ മീൻസ് എന്താണ്? ഡാറ്റ അബൌട്ട് സ്ട്രക്ചർ ഓഫ് ദി ഡാറ്റ. അതായത് മെറ്റാഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ, അതിന്റെ ഡാറ്റാബേസിന് ഒരു സ്ട്രക്ചർ എന്താണ്, അതിനെ പറ്റിയുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഇല്ലേ, അതായിരിക്കും ഈ ഡാറ്റ ഡിക്ഷണറിയിൽ ഉണ്ടായിരിക്കുക. ഡാറ്റ ഡിക്ഷണറിയിൽ എന്ത് ഡാറ്റയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക ഈ ഡാറ്റ ഡിക്ഷണറിയിൽ. അതിനെയാണ് നമ്മൾ മെറ്റാഡാറ്റ എന്ന് പറയുന്നത്. ഇൻഡിസസ് എന്ന് പറയുന്നത് എന്താണ്? പ്രൊവൈഡ് ഫാസ്റ്റ് ആക്സസ് ടു ഡാറ്റ ഐറ്റംസ് ദാറ്റ് ഹോൾഡ് പർട്ടിക്കുലർ വാല്യൂ. അതായത് ഡാറ്റ ഐറ്റം ഫാസ്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഈ ഒരു ഇൻഡിസസ് ആണ്. ഓക്കെ, ഫയൽ മാനേജർ എന്തൊക്കെ ചെയ്യുന്നത്? ഫയൽ മാനേജർ ഏതൊക്കെ സ്പേസിലാണ് സ്റ്റോർ ചെയ്യേണ്ടത് എന്ന് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ്? ഡാറ്റ സ്ട്രക്ചർ, പലതരം ഡാറ്റ സ്ട്രക്ചർ ഉണ്ട്. അപ്പൊ ഏത് ഡാറ്റ സ്ട്രക്ചറിലാണ് സ്റ്റോർ ചെയ്യേണ്ടത് എന്നെല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഈ ഒരു ഫയൽ മാനേജറാണ്. ഡാറ്റ ഫയലിന്, ഡാറ്റ ഡിക്ഷണറിന്, ഇൻഡിസസിനൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഈ ഒരു ഫയൽ മാനേജറാണ്. നെക്സ്റ്റ് ക്വറി പ്രോസസർ. Important because it helps the database system simplify access to data. എന്താണ് പറയുന്നത്? ക്വറി പ്രോസസർ എന്താ ചെയ്യുന്നത്? ഡാറ്റനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? ഈ ഒരു ക്വറി പ്രോസസർ ആണ്. ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ക്വറി പ്രോസസർ ആണ്. Its components are DDL interpreter, DML compiler and query evaluation engines. DDL interpreter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ interprets DDL statement and records the definition in the data dictionary. അതായത് DDLനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഡാറ്റാബേസ് ഡിക്ഷണറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് ആരാണ്? ഈ ഒരു DDL ഇന്റർപ്രിറ്റർ ആണ്. ഫിഗർ നോക്കാം. DDL ഇന്റർപ്രിറ്റർ ഉണ്ട്. DDL ഇന്റർപ്രിറ്റർ എന്താ ചെയ്യുന്നത്? DDL സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡാറ്റ ഡെഫിനീഷൻ ലാംഗ്വേജ്. DML നമ്മൾ നേരത്തെ പഠിച്ചു. DML എന്ന് പറഞ്ഞാൽ ഡാറ്റ മാനിപ്പുലേഷൻ സ്റ്റേറ്റ്മെന്റ് ലാംഗ്വേജ്. DDL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ഡെഫിനീഷൻ ലാംഗ്വേജ്. അതായത് ഡാറ്റ ഡെഫിനീഷൻ ലാംഗ്വേജ് എന്താണ്? ഡാറ്റ ഡെഫിനീഷൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാറ്റാബേസിലെ ക്വറി ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ്. ഇതെല്ലാം നമ്മൾ ഇനി അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും. Interprets DDL statement and record the definition in the data dictionary. അതായത് നമ്മുടെ DDLലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഡാറ്റാബേസ് ഡിക്ഷണറിയിലേക്ക് സ്റ്റോർ ചെയ്യും. DDL സ്റ്റേറ്റ്മെന്റിനെ, ഡാറ്റ ഡെഫിനേഷൻ സ്റ്റേറ്റ്മെന്റിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഡാറ്റാബേസ് ഡിക്ഷണറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ് നമ്മുടെ DDL ഇന്റർപ്രിറ്റർ ചെയ്യുന്നത്. DDL ഇന്റർപ്രിറ്റർ എന്താണ് ചെയ്യുന്നത്? DDL സ്റ്റേറ്റ്മെന്റിനെ ഡാറ്റ ഡിക്ഷണറിയിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. DML compiler translate DML statement in a query language into low-level instruction that the query evaluation engine understands. എന്താ ചെയ്യുന്നത്? DML സ്റ്റേറ്റ്മെന്റിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ലോ ലെവലിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ ഒരു DML കമ്പൈലർ ആണ്. DML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡാറ്റ മാനിപ്പുലേഷൻ കമ്പൈലർ. ഡാറ്റ മാനിപ്പുലേഷൻ കമ്പൈലർ എന്താ ചെയ്യുന്നത്? DML ഡാറ്റ മാനിപ്പുലേഷൻ സ്റ്റേറ്റ്മെന്റിനെ ലോ ലെവലിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു DML കമ്പൈലർ എന്ന് പറയുന്നത്. ഓക്കെ, DDL ഇന്റർപ്രിറ്റർ എന്താണ് ചെയ്യുന്നത്? ഡാറ്റ ഡെഫിനീഷൻ ലാംഗ്വേജിനെ ഡാറ്റ ബേസിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. DML കമ്പൈലർ എന്ത് ചെയ്യുന്നു? ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ലാംഗ്വേജിനെ കൺവേർട്ട് ചെയ്യുന്നു. ഇറ്റ് ക്രിയേറ്റ്സ് ആൻ ഇവാലുവേഷൻ പ്ലാൻ. അതായത് ഈ ഒരു
DML എന്ത് ചെയ്യുന്നു, കുറച്ച് ഇവാലുവേഷൻ പ്ലാൻ ഒക്കെ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നു. ഓൾസോ സെലക്ട് ദി ബെസ്റ്റ് ഇവാലുവേഷൻ പ്ലാൻ. ദെൻ കുറെ പ്ലാൻസ് ആക്കിയിട്ട് അതിൽ ബെസ്റ്റ് പ്ലാനിനെ സെലക്ട് ചെയ്യുന്നു. അതെല്ലാം ചെയ്യുന്നത് ആരാണ്? ഈ ഒരു DML കമ്പൈലർ ആണ്. Next, query evaluation engine execute low-level instruction generated by DML compiler. DML compiler ഇങ്ങനെ പ്ലാൻ ഒക്കെ വെച്ച് ആക്കിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിനെ എടുത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ആരാണ്? ഈ ഒരു query evaluation engine ആണ്. എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ ഡാറ്റാബേസ് സ്ട്രക്ചർ ആണ് പഠിച്ചത്. ഡാറ്റാബേസിന് 4 മോഡ്യൂൾസ് ഉണ്ട്. ഫസ്റ്റ് മോഡ്യൂൾ വരുന്നത് യൂസർ, സെക്കൻഡ് ആപ്ലിക്കേഷൻ ലെയർ, പിന്നെ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, ഡാറ്റാബേസ്. യൂസർ എപ്പോഴും ഡാറ്റാനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡാറ്റാബേസിൽ നിന്ന് എപ്പോഴും ഡാറ്റാനെ ആക്സസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഓരോ ആപ്ലിക്കേഷൻ ലെയറിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഓരോ യൂസേഴ്സിനും ഓരോ ആപ്ലിക്കേഷൻ ലെയർ ആയി. ഈ യൂസേഴ്സിനെയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഈ ഓരോ യൂസേഴ്സും ഓരോ ആപ്ലിക്കേഷൻ ലെയർ വെച്ച് ഡാറ്റാനെ ആക്സസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് ഇവരുടെ ഇടയിൽ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇതിന് 2 കോമ്പണൻസ് ഉണ്ട്, ക്വറി പ്രോസസ്സറും സ്റ്റോറേജ് മാനേജറും. ഓക്കെ, ക്വറി പ്രോസസ്സറും സ്റ്റോറേജ് മാനേജറും. ഇതിൽ സ്റ്റോറേജ് മാനേജർ എന്തെല്ലാം ചെയ്യുന്നുണ്ട്? സ്റ്റോറേജ് മാനേജറിനും ഒരുപാട് കോമ്പണൻസ് ഉണ്ട്. ഈ സ്റ്റോറേജ് മാനേജർ എന്ത് ചെയ്യുന്നു? ആപ്ലിക്കേഷൻ പ്രോഗ്രാമിന്റെ ഡാറ്റാബേസിന്റെ ഇടയിൽ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഈ ഒരു ഫയൽ മാനേജറിനായിട്ട് എപ്പോഴും ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ DML സ്റ്റേറ്റ്മെന്റിനെ ലോ ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു DML സ്റ്റേറ്റ്മെന്റിനെ, DML ക്വറീസിനെ ലോ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ, സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ ഡാറ്റാബേസിന് അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഈ ഒരു സ്റ്റോറേജ് മാനേജറാണ്. അതിൽ തന്നെ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. ഓതറൈസേഷൻ ആൻഡ് ഇന്റഗ്രിറ്റി മാനേജർ. ഓതറൈസേഷൻ ആൻഡ് ഇന്റഗ്രിറ്റി മാനേജർ എന്താ ചെയ്യുന്നത്? ടെസ്റ്റ് ചെയ്യുക. അതായത് ഇന്റഗ്രിറ്റി ഒക്കെ, അതായത് ഇപ്പോൾ ഒരു മൊബൈൽ നമ്പർ 10 ഡിജിറ്റ് ആണെങ്കിൽ ആ റെസ്ട്രിക്ഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ആ റെസ്ട്രിക്ഷൻസ് ഒക്കെ ആയിട്ടുണ്ടോ, യൂസേഴ്സ് പാലിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത് ആരാണ്? ഈ ഒരു ഇന്റഗ്രിറ്റി മാനേജർ ആണ്. അതായത് ചില ഡാറ്റേനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല, അതെല്ലാം ചെക്ക് ചെയ്യുന്നത് ഈ ഒരു ഓതറൈസേഷൻ ആൻഡ് ഇന്റഗ്രിറ്റി മാനേജർ ആണ്. പിന്നെ വരുന്നത് ആരാണ്? പിന്നെ വരുന്നത് ട്രാൻസാക്ഷൻ മാനേജറാണ്. ട്രാൻസാക്ഷൻ മാനേജർ എന്തെങ്കിലും, അതായത് അറ്റ് എ ടൈമിൽ ഒരുപാട് യൂസേഴ്സ് ഡാറ്റേനെ ആക്സസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ആ ഡാറ്റേനെയൊക്കെ എന്താണ്, കൊളീഷൻ ഒന്നും കൂടാതെ ഡാറ്റേനെ എല്ലാം കൊടുക്കുന്നത് ആരാണ്? ഈ ഒരു ട്രാൻസാക്ഷൻ മാനേജറാണ്. നെക്സ്റ്റ് ഫയൽ മാനേജർ. ഫയൽ മാനേജർ സ്പേസിലേക്കൊക്കെ ഡാറ്റേനെ അലോക്കേറ്റ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഏതൊക്കെ സ്പേസിൽ ഏതൊക്കെ ഡാറ്റ വെക്കണം അതൊക്കെ നോക്കുന്നത് ആരാണ്? ഈ ഒരു സ്റ്റോറേജ് മാനേജറാണ്, ഫയൽ മാനേജറാണ്. അതുപോലെ തന്നെ ഡാറ്റ ഫയലും ഡാറ്റ ഡിക്ഷണറിയിലും ഇൻഡിസസിലും ഒക്കെ ഡാറ്റേനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ഫയൽ മാനേജറാണ്. പിന്നെ വരുന്നതാണ് ക്വറി പ്രോസസ്സർ. ക്വറി പ്രോസസ്സർ എന്ത് ചെയ്യുന്നു? അതായത് യൂസറിനുള്ള ക്വറീനൊക്കെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മുടെ ഡാറ്റാബേസിലേക്ക് കൊടുക്കുന്നത് ഈ ക്വറി മാനേജർ ആണ്. ഫസ്റ്റ് വൺ വരുന്നത് DDL ഇന്റർപ്രറ്റർ ആണ്. DDL ഇന്റർപ്രറ്റർ എന്താണ് ചെയ്യുന്നത്? DDL ഇന്റർപ്രറ്റർ DDL ലാംഗ്വേജ്, ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഡാറ്റ ഡിക്ഷണറിയിലേക്ക് സേവ് ചെയ്യിപ്പിക്കുന്നു. ദെൻ പിന്നെ വരുന്നത് എന്താ? DML കമ്പൈലർ ആണ്. DML കമ്പൈലർ എന്ത് ചെയ്യുന്നു? ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് സ്റ്റേറ്റ്മെന്റിനെ ലോ ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജിനെ ഡാറ്റാബേസിന്റെ ലോ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന, സ്റ്റേറ്റ്മെന്റിനെ ലോ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് DML കമ്പൈലർ ആണ്. പിന്നെ വരുന്നത് ക്വറി ഇവാലുവേഷൻ എഞ്ചിൻ ആണ്. ഇങ്ങനെ സ്റ്റേറ്റ്മെന്റിനെ കൺവേർട്ട് ചെയ്ത ആ ലോ ലെവൽ ലാംഗ്വേജിനെ എടുത്ത് ഇവാലുവേറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ ക്വറി ഇവാലുവേഷൻ എഞ്ചിൻ ആണ്. അങ്ങനെ ആ ഡാറ്റേനെ റിട്രീവ് ചെയ്ത് യൂസർ ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് യൂസറിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഡാറ്റാബേസിന്റെ സ്ട്രക്ചർ. ഇതൊരു സ്മോൾ ടോപ്പിക് ആണ്, സിലബസിൽ വലിയ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. ജസ്റ്റ് ഈ ഒരു ഫിഗറും അതിന്റെ ചെറിയ വർക്കിംഗ് ഒന്നുമില്ല. ജസ്റ്റ് ഓരോ പാർട്സും എന്തിനു യൂസ് ചെയ്യുന്നു മാത്രമേ നിങ്ങൾക്കുള്ളൂ. ഒരു ചെറിയ ടോപ്പിക്കാണ്.